ഈ ഇലക്ഷൻ്റെ ഏറ്റവും വലിയ ഡിഫൈനിങ് മൂമെൻറ്റ്സിലൊന്ന് ശ്രീ നരേന്ദ്രമോദി 6000 വോട്ടിന് ട്രെയിൽ ചെയ്തതാണ്. അതെല്ലാം കഴിഞ്ഞു. പുതിയ മന്ത്രിസഭ അധികാരമേറ്റു. മോദി 3.0 വരികയുണ്ടായി. പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റുവിന് ശേഷം മൂന്നാമതും പ്രധാനമന്ത്രിയാകുന്ന വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. പോസിറ്റീവായി തന്നെ ഇതിന് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ, അതായത് എന്താ ഈ 6000 വോട്ട് ട്രെയിൽ ചെയ്യുന്നതിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ, 2 കള്ളങ്ങൾ അതിലൂടെ ഇല്ലാതായി. ഒന്ന്, EVM വെച്ചാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. നരേന്ദ്രമോദി EVM മാനിപ്പുലേറ്റ് ചെയ്താണ് അധികാരത്തിലെത്തുന്നതെന്നൊക്കെ പ്രതിപക്ഷത്തിലെ പാർട്ടികൾ സ്ഥിരം പറയാറ്. അത് ശരിക്കും തെറ്റാണ്. അത് ഇലക്ഷൻ ഇൻറ്റഗ്രിറ്റിയെ ചോദ്യം ചെയ്തതാണ്. കോടിക്കണക്കിന് വോട്ട് ചെയ്ത ആൾക്കാരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ നരേന്ദ്രമോദിക്ക് EVM മാനിപ്പുലേറ്റ് ചെയ്യാമെങ്കിൽ 1.5 ലക്ഷത്തിന് വരെ ഒരു 4-5 ലക്ഷം വോട്ടിന് അദ്ദേഹം ജയിക്കില്ലേ? ഒരു ഘട്ടത്തിലെങ്കിലും 6000 വോട്ടിന് അജയ് റായി എന്ന് പറയുന്ന അപ്രശസ്തനായ ആ ഏരിയയിൽ മാത്രം പ്രാധാന്യമുള്ളൊരു വ്യക്തിയുടെ കൂടെ നരേന്ദ്രമോദി എന്ന ലോക നേതാവ് ട്രെയിൽ ചെയ്താൽ അത് അദ്ദേഹത്തിന് നാണക്കേടല്ലേ? അപ്പോൾ EVM മാനിപ്പുലേഷൻ പോസിബിൾ ആണെങ്കിൽ അങ്ങനെ ആയിരിക്കും. അപ്പോൾ EVM മാനിപ്പുലേഷൻ ഒന്നുമില്ല. അതൊക്കെ ഈ സൗർ ഗ്രേപ്സ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ മുടന്തൻ ന്യായം, തോറ്റവൻ്റെ ന്യായം, കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്നത് പോലെയാണ്. അതിനപ്പുറം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ വൈബ്രൻസ് ആണ്. ശ്രീ നരേന്ദ്രമോദിയെ പോലും വിറപ്പിക്കാൻ കഴിയുന്ന ഒരു ഇലക്ഷൻ, അല്ലെങ്കിൽ മുമ്പ് ശ്രീമതി ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ഇലക്ഷൻ. അതാണ് നമ്മുടെ ഇലക്ഷൻ്റെ ചാരുത, അതാണ് ആ ഇലക്ഷൻ്റെ മനോഹാരിത. അപ്പോൾ ആ മനോഹാരിതയിലൂടെ നമ്മുടെ ജനാധിപത്യം ജയിക്കുകയാണ്. പുതിയ മന്ത്രിസഭ വരുന്നുണ്ട്. നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡു അടക്കം ഒരു കോലിഷൻ ധർമ്മയാണ് വരുന്നത്, അല്ലെങ്കിൽ കോലിഷൻ ഗവൺമെൻറ്റാണ്. അത് ഇന്ത്യക്ക് നല്ലതാണ്. ഒരു കൺസെൻസസിൽ എല്ലാവരും പൊക്കോളും, എല്ലാവർക്കും സന്തോഷമാവും, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പോൾ നരേന്ദ്രമോദി പോലും വിറച്ച ഒരു ഇലക്ഷനാണ് നമുക്ക് മുമ്പിൽ കടന്നുപോയത്. അതുകൊണ്ട് ആരും ജനാധിപത്യത്തിൽ അബ്സല്യൂട്ട് അല്ല, എല്ലാവരും റീപ്ലേസബിൾ ആണ്. പകരം ജനങ്ങൾ മാത്രമാണ് അവിടെ പെർമനൻ്റ് ആയിട്ടുള്ളത്, ജനാധിപത്യമാണ് പെർമനൻ്റ് ആയിട്ടുള്ളത് എന്ന തിരിച്ചറിവിൽ നമുക്ക് മുമ്പോട്ട് പോകാനാകട്ടെ. കൂടുതൽ പോസിറ്റീവായ, എല്ലാവർക്കും സന്തോഷമുള്ള, ബഹുസ്വരതയുള്ള, മതസൗഹാർദ്ദമുള്ള, എല്ലാവർക്കും പോസിറ്റീവായ കാര്യങ്ങൾ കിട്ടുന്ന വികസനോന്മുഖമായ ഇന്ത്യ ഉണ്ടാകട്ടെ.